കോഴിക്കോടുള്ള ബട്ട് റോഡ് ബീച്ചിലാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിത് പോവാണ്. ഞാൻ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ബട്ട് റോഡ് ബീച്ചിൽ പോണത്. അപ്പോൾ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് വരാം. ഞാനും നോറയും ബാക്കി ഫാമിലിയിലുള്ള ആൾക്കാരുണ്ട്. സോറി, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലെക്കൂടി ഒന്ന് കറങ്ങിയിട്ട് വരണം. ഇവിടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. നോറ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ പോകാൻ പോകുന്ന ബീച്ച് എന്ന് പറയുന്നത്, തീരം ബ്ലിസ് പാർക്ക്. സമുദ്ര എന്ന് പറഞ്ഞൊരു ഫുഡ് കോർട്ടും ഉണ്ട് ഇവിടെ. നല്ല ഉഗ്രം വൈബാണ് ഇവിടെ വന്ന് ചെയ്യാൻ, അത്യാവശ്യം ഇരിക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ഈ വരുന്ന സമയത്ത് ഒരു ചെറിയ ചാറൽ മഴയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത്രയും നല്ല മഴയുണ്ടെങ്കിൽ ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട് മഴ വന്നു കഴിഞ്ഞാലും ഇരിക്കാനുള്ള. പക്ഷേ ഒരു കുറച്ച് ചൂടുള്ള സമയത്തൊക്കെ ഇറങ്ങുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ നമ്മൾ വന്ന സമയം കുറച്ച് മാറിപ്പോയി. നമ്മൾ വന്ന ഒരു ഏകദേശം ഒരു 5:45 ആയപ്പോഴത്തേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം സൂര്യാസ്തമയം കാണാം എന്നുള്ളതാണ്. അപ്പോൾ സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളുടെ ഉദ്ദേശം സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിലും സൂര്യാസ്തമയം കാണാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് തന്നെ മഴ വന്നു, സൂര്യൻ നേരത്തെ അസ്തമിച്ചു എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നീന്തൽ അനുവദനീയമല്ല, സ്വിമ്മിങ് നോട്ട് അലൗഡ്. ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ള ഐസ് ചുരണ്ടി. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബ്രോ ഐസ് വരട്ടി പൊളിയാണ്. ഇവിടെ ഉപ്പിലിട്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നമ്മൾ എത്തുന്ന ആ ഒരു മിഡിൽ പോർഷനിൽ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് പോലത്തെ ഒരു സംഭവമുണ്ട്. ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും അത്യാവശ്യം ഒരു മഴയില്ലാത്ത സമയത്തൊക്കെ വരാൻ പറ്റിയ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ സ്പോട്ട് വന്നിട്ട് ബട്ട് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോഴിക്കോട്. ഞാൻ ചെയ്യാൻ പോണത് ഒന്നുമല്ല, നേരെ കടലിലേക്ക് പോവുക, ഒന്ന് കാല് കഴുകുക, പറ്റുവാണെങ്കിൽ അവിടെ ഒന്ന് നിൽക്കുക 2 മിനിറ്റ്. അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാന്. ഏത് വഴി ഇറങ്ങുമെന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. കാര്യം ഇവിടെ തിട്ടകൾ വളരെ കുറവാണ്. എന്തായാലും ഒരു ചെറിയ തിട്ട കിട്ടി, നമ്മളങ്ങ് പോവാണേ. വിശാലമായ കടലാണ് എൻ്റെ മുന്നിൽ. ഞാൻ എൻ്റെ ചെരുപ്പ് 2 ഊരിയിട്ടു, കാൽപാദം വെച്ചു, ഇനി മുന്നോട്ട് പോവാണ്. ഇപ്പൊ കടൽ കുറച്ച് റഫായിട്ട് കിടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് മുന്നോട്ടൊന്നും പോകാൻ പാടില്ല. അത്യാവശ്യം തണുപ്പുണ്ട്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഇഷ്ടംപോലെ ചിപ്പികളും പവിഴപ്പുറ്റുകളും പിന്നെ കക്കകളൊക്കെ ഉണ്ട് ഇവിടെ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. നമ്മുടെ ഈ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ തിട്ട പോലും ഇല്ല. അപ്പോൾ മണ്ണൊക്കെ വലിഞ്ഞു പോയേക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറയാറുണ്ട്, സ്ഥലങ്ങളിൽ പോകുന്നതൊക്കെ നല്ലതാണ്. ഇത് കേട്ടോ, സൂക്ഷിച്ച് നോക്കുക, തിട്ട ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട്. കടലാണ് കായലാണെന്ന് പറഞ്ഞെടുത്ത് ചാടാൻ നിൽക്കരുത്. അവിടെ പോയി നമ്മൾ അവിടെ നിന്ന് കയറി ഇനിയിപ്പോൾ ചെരുപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നമ്മൾ പോവാണ്. ഇനി ഐസ് വരണ്ടി കഴിക്കണം എന്നാണ് പ്ലാന്. അപ്പോൾ ഞാൻ ഇതേവരെ കഴിച്ചിട്ടില്ല ഈ ഐസ് വരണ്ടി. അപ്പോൾ ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഒന്ന് കഴിക്കണം, എന്നിട്ട് തിരിച്ചു പോകണം. അതിന് മുതലുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഇഷ്ടം പോലെ ഞണ്ടിൻ്റെ കുഴികളുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതിനിവിടെയുള്ള പിള്ളേരൊക്കെ ഈർക്കിലിട്ടൊക്കെ പിടിക്കണ കാണാറുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഐസ് വരണ്ടി കഴിക്കാൻ പോവാണ്. പൈനാപ്പിൾ എത്ര എടുക്കണം? അല്ല, ഒടിക്കണ്ട. പൈനാപ്പിൾ 2-3-4 പീസ് എടുത്തോ. പൈനാപ്പിൾ ഒരു പീസ് കൂടി ഇട്ടോ. അത് മതി.
ആ മാങ്ങ ഇട്. ഒരെണ്ണം മതിയാവും. നെല്ലിക്ക ഉണ്ടോ? നെല്ലിക്ക 1-2 ഇട്ടോ. പിന്നെ ക്യാരറ്റ് ഒരു പീസ് ഇട്ടോ. പപ്പായ വേണ്ട, അത് മതി. പിന്നെ ഐസ് വരണ്ടി, നമ്മൾ 2 ഐസ് വരണ്ടി മേടിച്ചിട്ടുണ്ട്. അതാണ് ഈ സാധനം. ഇത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇതില്? അതില് കടല, മധുരത്തില് കസ്കസ്, ഫ്രൂട്ട്സ്, ചെറിയൊരു ഏരി വരും. ഓക്കെ. അപ്പൊ ഇതെന്തായാലും കഴിക്കട്ടെ കേട്ടോ. നമ്മളവിടെ നിന്ന് കഴിഞ്ഞിറങ്ങി ഒരു ഐസ്ക്രീമും കൂടി മേടിച്ചു, കഴിച്ചു. പിന്നെ ആ ഐസ് വരണ്ടി സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ പീസ് ഉപ്പിലിട്ടത്, നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ്, പിന്നെ വേറെ എന്തോ കൂടി ഉണ്ടായിരുന്നു, പൈനാപ്പിൾ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. ഇനി നമ്മൾ ഒരു ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. ഇനി മലബാർ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് മലബാർ ഹോട്ടലിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയില്ല, പക്ഷെ എന്തായാലും നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. നമ്മളിത് ഇവിടെ നിന്ന് 16 കിലോമീറ്റർ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാപ്പാട് ബീച്ചായി. അവിടെയാണ് വാസ്കോഡ ഗാമ ആദ്യമായി വന്ന് ഇറങ്ങിയ സ്ഥലം. ഫേമസ് ആയിട്ടുള്ള മലബാർ ഹോട്ടലിൽ നമ്മളെത്തി. നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഞങ്ങൾ മലബാർ ഹോട്ടലിലാന്ന് പറയാം. ഞങ്ങൾ മലബാർ ഹോട്ടലിലാന്ന് പറയാം. ഓക്കെ. ബിരിയാണി കഴിക്കാൻ പോകുന്നതാ. സൂപ്പർ ബിരിയാണി. ബീച്ചിൽ പോയി തമ്പ് അടിച്ചാലേ എന്ന് പറയാം. നമ്മൾ മലബാറിൽ കയറി ബിരിയാണി കഴിച്ചു. നല്ല സൂപ്പർ ബിരിയാണിയാണ്. എന്തായാലും കഴിച്ചു തരാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നിങ്ങൾ യാത്രയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കോഴിക്കോടുള്ള ഞാൻ പറഞ്ഞ ആ ബീച്ചിൽ ഒരിക്കലെങ്കിലും വരേണ്ടതാണ്. അവിടുത്തെ ഐസ് ചുരണ്ടി, പിന്നെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളും, നെല്ലിക്ക, ഉപ്പിലിട്ട മാങ്ങ, ഈ മാതിരിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇന്ന് വലിയ പൈസ ഒന്നും ആവില്ല. എറണാകുളത്ത് നിന്നാണെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് 259 രൂപയുള്ളൂ KSRTCക്ക് FPക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ മൊത്തം ഒരു 1000 രൂപ താഴെ ഒഴുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഒരു ട്രിപ്പാണ് കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പറ്റുമെങ്കിൽ വരിക, കാണുക, ഒന്ന് എൻജോയ് ചെയ്യുക. ഒരു എപ്പിസോഡ് വരുന്നോടം വരെ ബൈ.